ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് നല്ല ഗുണങ്ങളെ വളർത്തുന്നുവോ അത്ര കണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവീകമായ സദ്ഗുണങ്ങൾ വളർത്തുമ്പോൾ ഈശ്വരൻ ആ സദ്ഗുണങ്ങളുടെ കൂടെയാണ്. എന്നാൽ ദുരാചാരമാണ് വളർത്തുന്നതെങ്കിൽ അശാന്തിയും ദുഃഖവും നമ്മുടെ കൂടപ്പിറപ്പായിരിക്കും. അതിനാൽ എപ്പോഴും സത്യം, അഹിംസ, പരോപകാരം, കാരുണ്യം മുതലായ സദ്ഗുണങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കണം ഏതൊരു മനുഷ്യൻ. അതിനാൽ നാം എന്തൊക്കെ ചെയ്യണം എന്ന് ഒരു കവി വിവരിക്കുകയാണ്. സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കുപാരിൽ നിത്യശാന്തിക്കുപായവും. ഭോഗത്തിലഭിവാഞ്ച പോകണം സ്വാർത്ഥതയും ഭോഗാശ നിവർത്തിച്ചാൽ യോഗത്തിൽ നിവസിക്കാം. ഇത്രയും നാം ചെയ്താൽ നമുക്ക് ആ പരമമായ ശാന്തിയുടെ ഉടമയായി തീരാൻ നമുക്ക് സാധിക്കുന്നതാണ്. സത്യവും അഹിംസയും നമ്മുടെ വാക്കും വിചാരവും പ്രവൃത്തിയും ഒന്നായി തീരുന്നതാണ് സത്യം എന്ന് പറയുന്നത്. സത്യം പരം ധീമഹി, ഏറ്റവും ശ്രേഷ്ഠമായത്, എന്നും നിലനിൽക്കുന്നത്, ബുദ്ധിക്ക് നിദാനമായിരിക്കുന്നതും സത്യമാണ്. അതിനാൽ സത്യവും അഹിംസയും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് അഹിംസ എന്ന് പറയുന്നത്. കൊല്ലാതിരിക്കൽ മാത്രമല്ല, സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും, മറ്റുള്ളവർക്ക് ദ്രോഹമായി ഭവിക്കുന്ന കർമ്മങ്ങൾ, അതാണ് ദുഷ്കർമ്മം, അതിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം. ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കു പാരിൽ, മനുഷ്യർക്ക് ഈ ലോകത്തിൽ നിത്യശാന്തിക്കുപായവും. നിത്യമായ ശാന്തിക്ക് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഉപായമായിരിക്കുന്നത് സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കു പാരിൽ നിത്യശാന്തിക്കുപായവും. നിത്യശാന്തിക്കുള്ള ഉപായമായി ഭവിക്കുന്നത് എന്താണ്? സത്യവും അഹിംസയും ദുഷ്കർമ്മ നിവൃത്തിയും. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ വിട്ടു നിൽക്കണം. സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കു പാരിൽ, മനുഷ്യർക്ക് ഈ ലോകത്തിൽ നിത്യശാന്തിക്കുള്ള ഉപായമാണ്. ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ടുള്ളത് നിത്യശാന്തിയാണ്. ആ നിത്യശാന്തി കൈവരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ടവ നാം ശീലിച്ചേ പറ്റും. അത് നമ്മുടെ ജീവിത വ്രതമായിരിക്കണം. ഏതൊക്കെ? അതൊരിക്കലും മറക്കരുത്. സത്യവും അഹിംസയും ദുഷ്കർമ്മ നിവൃത്തിയും, ഈ 3 കാര്യം. സത്യം പാലിക്കണം, അതുപോലെ അഹിംസ, ധർമ്മം നമ്മൾ ചരിക്കുകയും, അതുപോലെ നമ്മൾ സത്യം വദ ധർമ്മം ചര, ധർമ്മം ചരിക്കുകയും സത്യം പറയുകയും ചെയ്യണം. സത്യം വദ ധർമ്മം ചര, ധർമ്മം നമ്മൾ ചരിക്കണം. ആ ധർമ്മമാണ് അഹിംസ. ഏതൊക്കെയാണ്? സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ധർമ്മം ചരിക്കുക, അതാണ് ദുഷ്കർമ്മ നിവൃത്തി. സത്യം വദ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2 വാക്കാണ് സത്യം വദ ധർമ്മം ചര. അതിന് ഇവിടെ പറയുന്നു സത്യവും അഹിംസയും. സത്യം വദ ദുഷ്കർമ്മ നിവൃത്തിയും, അതാണ് ധർമ്മം ചര. മർത്യരാശിക്കുപാരിൽ, മനുഷ്യർക്ക് ഈ ലോകത്തിൽ നിത്യശാന്തിക്കുള്ള ഉപായം ഇതാണ്.
ഏതൊക്കെയാണ്? സത്യം വദ, ധർമ്മം ചര. സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കു പാരിൽ നിത്യശാന്തിക്കുപായവും. ഭോഗത്തിലഭിവാഞ്ച, ഇന്ദ്രിയ സുഖങ്ങൾ കണ്ടമാനം അനുഭവിക്കണം, അതിനുള്ള അത്യുത്കടമായിട്ടുള്ള അഭിനിവേശം. ഭോഗത്തിലഭിവാഞ്ച, പോകണം, ഭോഗം അനുഭവിക്കാനുള്ള അഭിവാഞ്ച പോകണം. സ്വാർത്ഥതയും, എനിക്കത് അനുഭവിക്കണം, വേറെ ഒരാൾക്കും അനുഭവിക്കാൻ പാടില്ല, ഇത്യാദി ചിന്തകൾ. ഭോഗത്തിലഭിവാഞ്ച പോകണം, സ്വാർത്ഥതയും. ഭോഗാശ നിവർത്തിച്ചാൽ യോഗത്തിൽ നിവസിക്കാം. അഭോഗത്തിലുള്ള അത്യാഗ്രഹം നിവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പരമമായ ശാന്തിയിലേക്ക് ലയം പ്രാപിക്കുന്നതാണ്. അത് യോഗത്തിൽ നിവസിക്കാം. ഈശ്വരനുമായി, ഈശ്വരൻ ശാന്തി സ്വരൂപമാണ്, സത്യസ്വരൂപമാണ്. സത്യം, അഹിംസ, ശാന്തി, ഇതൊക്കെയാണ് ഈശ്വരൻ്റെ സ്വരൂപം. അതിൽ വിലയം പ്രാപിക്കാം. പരമമായ ആനന്ദത്തിൻ്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഭോഗത്തിലഭിവാഞ്ച പോകണം, സ്വാർത്ഥതയും. ഭോഗത്തിലുള്ള അഭിവാഞ്ച പോകണം, സ്വാർത്ഥതയും നമ്മളിൽ നിന്നും വിട്ടുമാറണം. ഭോഗത്തിലഭിവാഞ്ച പോകണം, സ്വാർത്ഥതയും. ഭോഗാശ നിവർത്തിച്ചാൽ, ഭോഗത്തിലുള്ള ആഗ്രഹം നിവർത്തിച്ചാൽ യോഗത്തിൽ നിവസിക്കാം. യോഗത്തിൽ നമുക്ക്, യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഞാനും തമ്മിലുള്ള ഏകീകരണത്തിനാണ് യോഗം അല്ലെങ്കിൽ ചേർച്ച എന്ന് പറയുന്നത്. ആ ചേർച്ച നമുക്കുണ്ടാവണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ആ തടവുകളെല്ലാം നാം നീക്കിക്കൊടുത്തേ പറ്റൂ. ആ തടവുകൾ എന്തൊക്കെയാണ് എന്നാണ്? സത്യവും അഹിംസയും ദുഷ്കർമാനിവൃത്തിയും മർത്യരാശിക്കു പാരിൽ നിത്യശാന്തിക്കുപായവും. ഭോഗത്തിലഭിവാഞ്ച പോകണം, സ്വാർത്ഥതയും. ഭോഗാശ നിവർത്തിച്ചാൽ യോഗത്തിൽ നിവസിക്കാം.